ഹലോ, ഞാൻ സഫ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനൊരു വെഡ്ഡിങ് ഗിഫ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി ചെയ്യുകയാണ്. അപ്പോൾ ഇത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. വെഡ്ഡിങ് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറച്ച് റീൽസിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഫോട്ടോൻ്റെ മുകളിൽ എംബ്രോയിഡറി വർക്ക്സ് ഒക്കെ ചെയ്തിട്ട് ഫ്രെയിം ചെയ്യുന്ന അങ്ങനത്തെ ഒരു സംഭവമാണ് ഞാൻ കാണിക്കാം. അപ്പോൾ ഇത് ചെയ്യാൻ നമുക്ക് ഫസ്റ്റ് കപ്പിളിൻ്റെ ഒരു ഫോട്ടോ വേണം, പിന്നെ ഒരു ഫ്രെയിം, പിന്നെ കുറച്ച് എംബ്രോയിഡറി ത്രെഡ്സ്, ഒരു നീഡിലും. ഇതൊക്കെ ഞാൻ ഇന്നലെ വാങ്ങി വെച്ചു. നാളെയാണ് കല്യാണം, അപ്പോൾ ഇന്ന് തന്നെ ചെയ്ത് തീർക്കണം. ഇന്നിപ്പോൾ രാത്രി ഏകദേശം 9 മണിയായി. എന്തായാലും ഉറങ്ങുന്നതിൻ്റെ മുന്നേ ചെയ്ത് തീർക്കണം. ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് വെച്ചത് ഇതാണ്. ഞാൻ ഒരു A3 സൈസ് പേപ്പറിൽ 4 പ്രിൻ്റ് ചെയ്തിട്ടിട്ടുണ്ട്. നമ്മളിതിൽ എംബ്രോയിഡറി ചെയ്യാൻ പോകുന്നതല്ലേ, ഞാനിത് ഫസ്റ്റ് ടൈമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി ഒന്ന് കൊളായി കഴിഞ്ഞാലും പ്രശ്നമില്ലല്ലോ, അടുത്ത യൂസ് ചെയ്യാമല്ലോ എന്നും. അതുപോലെ തന്നെ പിന്നെ ഏത് സൈസിലാണ് ഫോട്ടോ ഭംഗി ഉണ്ടാവുകയെന്ന് അറിയാത്തത് കൊണ്ടും കൂടിയാണ് എടുത്തത്. ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ച ഫ്രെയിം. ബാക്കിലുള്ള സ്റ്റാൻഡ് പൊട്ടിപ്പോന്നു. ഇതിനെ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കണം. ഈ ഒരു കാർഡ്ബോർഡിൻ്റെ സൈസിൽ നമുക്ക് കട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഫ്രെയിമിലൊക്കെ കറക്റ്റ് സൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എംബ്രോയിഡറി പരിപാടികൾ തുടങ്ങാം. ന്യൂ ത്രെഡ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഓൾറെഡി ഇത്രയും ത്രെഡ്സ് ഉള്ളത് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. ഒരുപാട് ഷെയ്ഡ്സ് ഓഫ് ഗ്രീൻ വേണം കേട്ടോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചെയ്യാൻ. ഈ ഒരു വർക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാം സെറ്റായിട്ട് ഇനി ചെയ്യാൻ തുടങ്ങിയാൽ മാത്രം മതി. പക്ഷെ ഇപ്പം എനിക്ക് കുറച്ച് പേടിയാവുന്നുണ്ട്. കുറേ കാലമായി ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട്. നോർമലി ആരെങ്കിലും ഇത് ചെയ്തു തരുമോ എന്ന് ഇങ്ങോട്ട് ചോദിക്കാറാണ്. പക്ഷെ ഇത് ഞാൻ ചെയ്തു തരാമെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞ് ഏറ്റെടുത്തൊരു വർക്കാണ്. അതായത് എന്തെങ്കിലും ചെയ്യണം എന്നിങ്ങനെ മനസ്സിൽ കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു. കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കുറേ കാലമായി. ഒരുപാട് ഹോബീസ് ഉണ്ടായിരുന്ന ഒരാളാണല്ലോ ഞാൻ. പെട്ടെന്നൊക്കെ നിർത്തിയപ്പോൾ എനിക്ക് കുറച്ചൊരു സങ്കടം ഉണ്ടായിരുന്നു. പിന്നെയും ചെയ്യാൻ പതുക്കെ ചെയ്തു തുടങ്ങണം എന്നുള്ള. അപ്പോൾ ആ കുട്ടീനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ട്, എന്തെങ്കിലും കൊടുക്കണം, പക്ഷെ ഇനി അധികം സമയമില്ല, വേറെ പുറത്ത് ഏൽപ്പിക്കാനെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞ് ഏറ്റെടുത്തതാ. എന്തായാലും നാളെയാണ്. ഇനി നോ ബാക്കിംഗ് ഔട്ട്. അപ്പോൾ നമ്മൾ ആക്ച്വൽ ഫോട്ടോയിൽ ചെയ്ത് നോക്കുന്നതിൻ്റെ മുന്നേ ഇങ്ങനെ ഈ ഒരു പീസ് ഓഫ് പേപ്പറിൽ ചെയ്ത് നോക്കുകയാണ്. പ്രശ്നമൊന്നുമില്ലല്ലോ അറിയാൻ വേണ്ടിയിട്ട്. പ്രശ്നമൊന്നുമില്ല. ഫ്രെയിമിൻ്റെ കുറച്ച് ഭാഗത്തിൻ്റെ ഉള്ളിൽ ഈ ഫോട്ടോൻ്റെ എഡ്ജ് കവറായി പോകും. ഭാഗവും ഇങ്ങനെ മാർക്ക് ചെയ്തു. നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ ബാക്കിൽ നല്ലേ തുടങ്ങുക. അപ്പോൾ അത് ഏത് ഭാഗത്താണ് നമ്മൾ ബാക്കിൽ നിന്നോട്ട് ഹോൾ ആക്കുമ്പോൾ വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനാദ്യം ചെയ്യുന്നത് ഫ്രണ്ട് ഭാഗത്തൂടെ തന്നെ ഹോൾ ഇട്ടതിൻ്റെ ശേഷം പിന്നെ നൂല് ബാക്കിൽ കൂടെ എടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പേപ്പറിന് അങ്ങനെ സ്ട്രെയിനും വരില്ല, അങ്ങനെ ഒരുപാട് പിടിച്ച് ബുദ്ധിമുട്ടേണ്ടി വരില്ല. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത എഡ്ജസ് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഭാഗത്ത് തുന്നേണ്ടി വരില്ല, കാരണം അത് ഫ്രെയിമിൻ്റെ ബാക്കിൽ കവറായി പോകുമല്ലോ. കെയർഫുൾ ആവണം കേട്ടോ. കുറച്ച് കട്ടിയുള്ള പേപ്പറൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഭയങ്കര ബേസിക് സ്റ്റിച്ചസ് മാത്രമേ ഈ ഡിസൈനിൽ ആവശ്യം വരുന്നുള്ളൂ കേട്ടോ. ആദ്യം ബാക്ക് സ്റ്റിച്ചസും പിന്നെ ഫ്രഞ്ച് നോട്ട്സും ആണ് വേണ്ടത്. ഈ 2 ടൈപ്പ് സ്റ്റിച്ചസ് മാത്രമേ ഈ ഹോൾ ഡിസൈനിന് ആവശ്യമുള്ളൂ. അപ്പോൾ എംബ്രോയിഡറി ഒന്നും ചെയ്യാൻ അറിയാത്ത ഒരാളാണെങ്കിൽ കൂടി ഈ 2 സ്റ്റിച്ചസ് പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പ്രോഗ്രസ്. ഇതാണ് ഇപ്പം ഇത്രയും നേരം ഇരുന്നിട്ടുള്ള പ്രോഗ്രസ്. അത് ഞാൻ വിചാരിച്ചതിലും നല്ലോണം സമയം എടുക്കുന്നുണ്ട്.
to you. This time you're seeing less of me. So Vanessa works here now. Yeah. This is the progress. What are you doing up so early? It's after midnight. We just thought you'd be with Blair. How did she like her gift? I didn't make it to the party tonight. Kind of am. Might be the first Thanksgiving in a while that I actually remember. The snowflake ball. And Hey, we're here. oh, the turkey's still hot. Mom, this is. Happy Thanksgiving. Even that I didn't even want to talk to him. Want to make this work? Thank you for being here. Today. The best. No. They had lives before each other. Wonder what happened when we were gone. Real trip. Almost 20 years. Why didn't you just tell me that? ഇപ്പോൾ 1:15 ഇതാണ് പ്രോഗ്രസ്. എന്താ ഇത്രയും സമയം എടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നൂലൊക്കെ മാറ്റിയിടേണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു. Blair! But I was able to clean it up. Mom, I'm sorry. I thought I could make it. Rather than apologizing to me. അങ്ങനെ ഇപ്പോൾ രാത്രി 2 മണിയായിട്ടോ. 2 മണിയായപ്പോഴായത് ഇത്രയും ചെയ്ത് കഴിഞ്ഞത്. ഇത് കണ്ടാൽ ഭയങ്കര സിമ്പിളാ, അത്ര സമയം എടുക്കില്ല എന്നൊക്കെ തോന്നും. പക്ഷേ ഇതിങ്ങനെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ഗ്രീൻ അല്ലേ ചെയ്തത്. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഈ നൂലൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി ഇടുന്നതുകൊണ്ട് ലേറ്റ് ആയതാവണം. ഇനി ഈ ബ്രൈഡിനൊരു ഫ്ലവർ ക്രൗണും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്രെയിമിലാക്കി വെക്കാനും കൂടെ ഉള്ളൂ. ഈ ഫ്ലവർ ക്രൗൺ അവിടെ അങ്ങനെ ഫിറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫോട്ടോ ഇങ്ങനെ ക്രൗൺ പോലെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫോട്ടോ കുറച്ച് സൂം ചെയ്തിട്ട് അതിലുള്ള ആൾക്കാർ, അതായത് ആർക്കാണോ ക്രൗൺ വെക്കുന്നത് അവർ കുറച്ച് വലുതായിട്ട് വരുന്ന രീതിയിൽ ഫോട്ടോ പ്രിൻ്റ് എടുക്കുകയാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്രൗൺ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ചെറിയ സ്പേസ് ആയി പോകും. അപ്പോൾ അവിടെ വൃത്തിക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇപ്പോൾ 2:45 ഞാൻ മുഖമൊക്കെ കഴുകി സ്കിൻ കെയർ ഒക്കെ ചെയ്ത് പിന്നെ ഇപ്പോൾ കിടക്കാമെന്ന് വിചാരിക്കാം. ബാക്കി ഫ്രെയിമിനകത്താക്കുന്നതും ഫോട്ടോ എടുക്കുന്നതൊക്കെ നാളെ ആക്കാമെന്ന് വിചാരിച്ചു. നാളെ നേരത്തെ എണീക്കണം. നാളെ മൺഡേ വർക്കുണ്ട്. അപ്പോൾ ഗുഡ് നൈറ്റ്.
confidence in it.